ഹലോ എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ പോസ്റ്റ് നമുക്കിപ്പോ ഒരു സഹപ്രവർത്തകർ കുറച്ചുപേർ അയച്ചു തന്നിട്ടുണ്ട്. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ, ഇതുവരെ ട്രോൾ ചെയ്ത ഒരുപാട് സഹോദരങ്ങൾ എനിക്ക് വളരെ പേഴ്സണലൈസ്ഡ് ഒരു മെസ്സേജ് അയച്ചു, സ്നേഹം അറിയിച്ചു. ഒന്നും വിചാരിക്കരുത് ഒരു ഫണ്ടിന്റെ ഭാഗമായിട്ട് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അത്തരത്തിലുള്ള അവരുടെ സ്നേഹം കണ്ടപ്പം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതിന് വളരെ ഉള്ളു നിറഞ്ഞൊരു നന്ദി പറയുകയാണ്. പിന്നെ ഇപ്പൊ ഇട്ട പോസ്റ്റ് കുറച്ച് കടന്നുപോയി എന്ന് ഞങ്ങൾക്കും തോന്നി വായിച്ചപ്പം. എന്തെങ്കിലുമൊക്കെ ഇടുമ്പോ കുറച്ചൊക്കെ പഠിച്ചും മനസ്സിലാക്കിയിട്ടും ഇടുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഇതാണ് ആ പോസ്റ്റ്. അതെ, അതായത് ജയിപ്പിച്ച് MLA ആക്കാമെന്നും പറഞ്ഞ് പലരും പൈസ വാങ്ങി. ചിലവായത് 35 ലക്ഷം രൂപ. 3500 വോട്ട് പോലും ലഭിച്ചില്ല. ഒരുത്തനെയും ഞാൻ വെറുതെ വിടില്ല. അഞ്ജലി മേനോനാണ് വെറുതെ വിടാത്തെ. അതെ, ആ പേര് തന്നെ ഒരു പാളിച്ചയായി. അപ്പം 3500 വോട്ട് പോലും ലഭിച്ചില്ല. ഈ ഒരു കണക്ക് തന്നെ ഈ ഇട്ട സഹോദരനത് എവിടെന്നാ കിട്ടിയെന്നുള്ളത് അറിയില്ല. അതേപോലെ ഒരുത്തനെയും വെറുതെ വിടില്ല. എന്തായാലും ഇട്ട ഒരാളെ മാത്രമേ ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നുള്ളൂ. പിന്നെ പലരും പറഞ്ഞു പൈസ ചെലവായത് 35 ലക്ഷം രൂപ. ഞാൻ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ പണ്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് മുമ്പ് 35 ലക്ഷം രൂപയോളം നമ്മൾ പലരെയും പല സാഹചര്യങ്ങളിലും സഹായിച്ചിട്ടുണ്ട് എന്നുള്ള പല ഇന്റർവ്യൂസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേരെ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അത് വെച്ചിട്ട് ഇപ്പം ഇലക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ 35 ലക്ഷം രൂപ ചെലവാക്കിയെന്നും അതൊന്നും തിരിച്ചു കിട്ടിയില്ല എന്നും അത് MLA ആക്കാന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവനയില്ല എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ ഫോൾസ് അലിഗേഷൻസ് ആണ്. നിങ്ങൾക്ക് എന്ത് സുഖമാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ റിമാർക്ക് ചെയ്യുമ്പോൾ. നമ്മളിപ്പം എന്തുകൊണ്ട് നമ്മളിവിടെ ഒന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഒരുപാട് പേരെ എല്ലാവരെയും വിളിച്ച് ബോധിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതിന്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്ന ആ വീഡിയോ ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത്. താഴെ ഒരുപാട് കമന്റുകൾ വരും. എന്തിനു റിയാക്ട് ചെയ്തു, ബോധിപ്പിക്കുന്നത് തന്നെ മണ്ടത്തരമല്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മെസ്സേജുകൾ വരും. തോറ്റ MLA വീണ്ടും പ്രതികരിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വരും. എല്ലാം പക്ഷെ ഈ ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് അതിനെപ്പറ്റി അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും പഠിച്ചിട്ട് വ്യക്തമായിട്ട് ഇടുക. അല്ലാതെ ഇങ്ങനത്തെ ഓരോ ബ്ലണ്ടേഴ്സ് ഇടാൻ നിൽക്കരുത്. പിന്നെ അതുപോലെ ഒരുപാട് പേര് പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നു, ഇതേപോലെ അഞ്ജലി മറ്റേ സിനിമ ഇല്ലാത്തത് കൊണ്ട് ഇലക്ഷനിൽ വന്നു, ഇനി വീണ്ടും തിരിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ചിന്തയിലല്ല ഞങ്ങൾ വന്നത്. ഇതൊന്നും ബോധ്യപ്പെടുത്തുന്നതിൽ ഒരു കുറച്ച് ആൾക്കാർ നമ്മൾ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാരെങ്കിലും വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നത്. അതെ, ഞാൻ തമിഴിലാണെങ്കിലും തെലുങ്കിലാണെങ്കിലും മലയാളത്തിലൊക്കെ ആണെങ്കിലും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെയാണ് നല്ല വൃത്തിയിൽ ആലോചിച്ച് എടുത്ത തീരുമാനമാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നേക്കാളും ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ നമുക്കിപ്പോ ആ ഒരു വാക്കിലൂടെ ഞങ്ങൾ അവരുടെ അടുത്ത് വ്യക്തമാക്കാൻ പറ്റുക. അപ്പൊ അതുകൊണ്ട് തോറ്റു എന്ന് കരുതിയിട്ട് ഒരു കാല് പോലും പിന്നോട്ട് വെക്കാൻ ഞങ്ങളില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. എത്രത്തോളം നമുക്ക് എന്താ പറയാ ഇതിനകത്ത് ഇറങ്ങി എത്രത്തോളം ചെല്ലാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇതിനകത്ത് ഉണ്ടാവും. രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടാവും, സിനിമയും ഉണ്ടാവും, ബിസിനസ്സും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാ. ഇതിനിടയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരു സാഹചര്യവും നിമിഷവും കൂടിയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കണ്ടു കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യാല്ലാതെ ഞങ്ങളുടെ മുമ്പിലും വേറെ നിവർത്തിയില്ല. അപ്പം താങ്ക് യു സോ മച്ച്. ബൈ.